ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് തൃക്കാർത്തിക ദിവസമാണ് കേട്ടോ. അതാണ് ഇന്ന് രാവിലെ എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിക്കുന്നത്. ഇത് വെള്ളിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇത് പബ്ലിക് ആക്കുന്നത് ഞായറാഴ്ച ആയിരിക്കും. ഞാനത് ശനിയാഴ്ച അതിൻ്റെ പിറ്റേന്ന് തന്നെ പബ്ലിക് ആക്കണമെന്ന്, എഡിറ്റിങ് കഴിഞ്ഞ് പബ്ലിക് ആക്കണമെന്ന് വിചാരിച്ചത്. അപ്പോഴേക്കും സൂര്യൻ്റെ ബർത്ത്ഡേ വന്നു ശനിയാഴ്ച. അപ്പോൾ പിന്നെ ആ ഒരു തിരക്ക് പെട്ടിട്ട് എനിക്ക് എഡിറ്റിങ്ങിനൊന്നും സമയം കിട്ടിയില്ല. കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് വന്നപ്പോഴേക്കും സമയം കുറച്ച് വൈകി, 6:15. പക്ഷെ പുറത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ഇരുട്ട് പോലെ ഉണ്ട്. കുഴപ്പമില്ല. സൂര്യൻ അവിടെ എണീറ്റ് പഠിക്കേണ്ട എക്സാമാണ്. പിന്നെ ഏട്ടനും എണീറ്റിട്ടുണ്ട്. എക്സാം ഒന്നും ഇല്ലാത്ത, പഠിക്കാനൊന്നും അധികം ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ സൂര്യനെ ഞാൻ തന്നെ ചെന്ന് വിളിക്കണം കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, അവന് എക്സാം ഉള്ള സമയത്ത് അവൻ അലാം വെച്ച് എണീറ്റുള്ളൂ. അല്ലെങ്കിൽ അവൻ പറയും അമ്മയാണ് എൻ്റെ അലാം എന്ന്. അപ്പോൾ ആദ്യത്തെ പണി ചോറ് വെപ്പാണ്. ഇതുവരെയും പുതിയ ഗ്യാസ് സിലിണ്ടർ വന്നിട്ടില്ല. ഞാനിപ്പോൾ ഏതൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ ഗ്യാസ് കഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്നൊക്കെ. അതിനുശേഷം ഇപ്പം എത്രയായി, 2 ആഴ്ച ആവാറായി, ഇതുവരെയും ഗ്യാസ് എത്തിയിട്ടില്ല. എന്തോ അവരുടെ അടുത്ത് മെസ്സേജ് അയക്കാൻ, അവരുടെ ഓഫീസിൽ നിന്ന് ഡെലിവറിക്കുള്ള ആൾക്കാരുടെ അടുത്ത് അതെന്തോ മെസ്സേജ് വിടാൻ മറന്നു അവർ, അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് അത് 2 ആഴ്ച കഴിഞ്ഞു. ഇപ്പോൾ വീണ്ടും വിളിച്ചു പറഞ്ഞപ്പോൾ നാളേക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് അത്ര അത്യാവശ്യമാണെങ്കിൽ ഇപ്പുറത്തുനിന്ന് തറവാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ നിന്നോ ഒക്കെ എടുക്കും ചെയ്യാം കേട്ടോ. പിന്നെ അത് ഇപ്പോൾ ഈ സിലിണ്ടർ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല. അപ്പോൾ പിന്നെ അതാണ് എടുക്കാത്തത്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇടിയപ്പാണ് കേട്ടോ. നൂൽപുട്ട് എന്നാണ് ഇവിടെ പറയുക. അപ്പോൾ അതിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് എന്താ, പടവലങ്ങയും ഇടിച്ചക്ക ഉപ്പേരിയാണ്. പടവലങ്ങ കറി, ഇടിച്ചക്ക. അപ്പോൾ ഞാൻ തലേന്ന് തന്നെ, ഇന്നലെ രാത്രി തന്നെ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് ഞാൻ നുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ രാവിലെ അതിൻ്റെ മുകളിൽ നിന്നിട്ടുണ്ടെങ്കിൽ കയ്യിലൊക്കെ മുളഞ്ഞി എന്ന് പറയുന്നത് അറിയില്ലേ, ആ പശ പോലത്തുള്ളത്. വിളഞ്ഞി എന്നാണ് ചിലയിടത്ത് പറയുക അല്ലേ. ഇടിച്ചക്കയിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വേവിച്ചെടുക്കുക ചെയ്യുക. കുക്കറിലൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല, അത് പെട്ടെന്ന് വെന്തോളും. ചിലപ്പോൾ കുക്കറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇത്തിരി വേവ് അധികമായാൽ മതി. ഇടിച്ചക്കയ്ക്ക് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇങ്ങനെ ഇടിച്ചിട്ടുണ്ടാക്കുന്ന ഇതാണ് ഞാൻ നുറുക്കിയിട്ടല്ല ഉണ്ടാക്കുന്നത്. ചെറുതായിട്ട് നുറുക്കിയിട്ട് നമ്മൾ പയറിട്ടിട്ട് വെക്കും. ഇതങ്ങനെയല്ല, ഇടിച്ചിട്ട് ഇങ്ങനെ ചതച്ചിട്ടുണ്ടാക്കുന്നതാണ്. നൂൽപുട്ട് ഉണ്ടാക്കാൻ നല്ല തിളച്ച വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പൊടിയിലേക്ക്. ഇത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അരിപ്പൊടി എങ്ങനെയാണ്, എങ്ങനെയാണ് വാങ്ങിക്കുന്നത്, സ്വന്തമായിട്ട് പൊടിക്കുന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊടിപ്പിക്കുന്നതല്ല ഇത്. ഏട്ടന് മിൽ സ്റ്റോറാണ് പറഞ്ഞല്ലേ, അപ്പോൾ അതൊരു മില്ലിനായിട്ട് ടൈപ്പാണ്. അപ്പോൾ ഞാൻ ഇതേപോലെയുള്ള പൊടികളൊന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല. സ്വന്തമായിട്ട് ഉണക്കി പൊടിക്കൽ കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ ഇങ്ങനത്തെ ഈ നമ്മളെ തന്നെ നമുക്ക് കാണുന്ന കാര്യങ്ങളല്ലേ, എങ്ങനെയാണിത് ഉണക്കുന്നത്, പൊടിക്കുന്നത്, കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് യൂസ് ചെയ്യാറ്. പിന്നെ വെളിച്ചെണ്ണ, എണ്ണ, ഇതൊക്കെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതൊക്കെ അല്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മളെ തന്നെ പ്രൊഡക്റ്റാണ്, സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്തിട്ട് ഉള്ളതാണ്. ഇത് പടവലങ്ങ, ഞാൻ ആ 2 പടവലങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടും ചെറുതാണ്. അത് ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ അത് അധികം കഷ്ണമൊന്നും ഉണ്ടായില്ല. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ അങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അധികമൊന്നും ഉണ്ടാവില്ലല്ലോ കഷ്ണം. അപ്പോൾ രണ്ടും, പിന്നെ അതിനൊരു ചെറിയൊരു കഷ്ണം മാറ്റി വെക്കണം എന്നൊക്കെ ഇങ്ങനെ വേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ഇരിക്കും. പിന്നെ അത് വേറൊരു കറി എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് പിന്നെ അതങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇതിലേക്ക് അങ്ങ് എടുത്തു. കഷ്ണമൊന്നും അധികമാവില്ല. പിന്നെ ഇവിടെ വെജിറ്റബിൾസ് ആണ് അധികം ചിലവാകുക. എല്ലാവരും കഴിക്കുന്നത് അധികം വെജിറ്റബിൾസാണ്. മീൻ ആർക്കും അധികം ഇഷ്ടമല്ല. മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ കൂട്ടേണ്ടി വരും കഷ്ണങ്ങളൊക്കെ. വെജിറ്റബിൾ ആണെങ്കിൽ പിന്നെ സൂര്യൻ്റെ വേട്ടനൊക്കെ നന്നായിട്ട് കഴിച്ചോളും. പടവലങ്ങ നുറുക്കിയിട്ടതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പരിപ്പ് പെട്ടെന്ന് വേവുന്ന ഒരു ഉടയുന്ന ഒരു പരിപ്പാണ് ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത്. അത് കാരണം പിന്നെ അത് വേറെ ആദ്യം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിരിക്കുകയാണ്. പടവലങ്ങ ആയാലും അതെ, പെട്ടെന്ന് വേവുമല്ലോ. ശരിക്കത് കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വേവ് അധികമാവും, പെട്ടെന്ന് തുറക്കണം. പടവലത്തിൻ്റെ കൂടെ ഇരുമ്പാമ്പുളി ഇട്ടിട്ടാണ് കേട്ടോ കറി വയ്ക്കുന്നത്. ഇരുമ്പാമ്പുളി കുറേ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. അത് വെറുതെ ചീഞ്ഞ് പോവുകയാണ്, ആർക്കും വേണ്ടല്ലോ. പിന്നെ മീൻകറിയിലൊക്കെ വേണമെങ്കിൽ ഇടാം, പക്ഷെ ഇവിടെ മീൻകറി കൂട്ടലും വെക്കലൊക്കെ കുറവാണ്. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും അച്ചാറിട്ടാലും അതിന് അധികം ആവശ്യക്കാരൊന്നുമില്ല ഇവിടെ. അപ്പോൾ പിന്നെ ഇരുമ്പാമ്പുളി ഒരു ദിവസം ഞാൻ ഇതേപോലെ ഇട്ട് വെച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, ഇതിൻ്റെ പടവലങ്ങയുടെ കൂടെ. അപ്പോൾ അതൊന്നുകൂടി ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചതാണ്. വെച്ചാൽ നന്നാവുമെന്നൊന്നും അറിയാണ്ട് വെച്ച് നോക്കിയതാണ്. കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ആഴ്ചയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ പിന്നെ ഒന്നുകൂടി വെക്കാം. പിന്നെ ഈ ഇരുമ്പമ്പുളി അധികം കൂട്ടരുത് എന്നൊക്കെ പറയും, പക്ഷേ അങ്ങനെ കൂട്ടുന്നൊന്നുമില്ല കേട്ടോ. കാരണം അത് ഏതോ ഒരു അസുഖത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് കഴിക്കും. അപ്പോൾ വേറൊരു അസുഖത്തിന് അത് നല്ലതല്ല, അപ്പോൾ ആ അസുഖം അത് കൂടും. അങ്ങനെ എന്തോ ഒരു കംപ്ലൈൻ്റ് ആണ് ഈ ഇരുമ്പാമ്പുളിക്കുള്ളത്. അല്ലെങ്കിലും അധികമായാലും അമൃതം വിഷം എന്നാണല്ലോ പറയാറ്.
ഇടിച്ചക്ക ചതയ്ക്കുന്നത് ഞാൻ ഏട്ടനെ ഏൽപ്പിച്ചിട്ട് ഞാൻ കറിക്കുള്ള തേങ്ങ അരയ്ക്കാൻ ഇങ്ങോട്ട് വന്നു. ഇടിച്ചക്ക ശരിക്കും മിക്സിയിലിട്ടിട്ട് ഒന്ന് പൾസ് ചെയ്തെടുത്താലും മതി, പക്ഷേ ചിലപ്പോൾ അത് കൈവിട്ട് പോകും. ഞാൻ രാവിലത്തെ ആ ധൃതിപ്പണിയിൽ ചിലപ്പോൾ അതൊന്ന് അധികം അങ്ങോട്ട് അരഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മൊത്തം കൊള്ളാവും. ശ്രദ്ധിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാലും മതി. കറിയിലേക്കുള്ള തേങ്ങയുടെ അരപ്പിൽ പിന്നെ ചെറിയ ജീരകവും ഒരു ചെറിയ ഉള്ളിയും ആണ് ചേർക്കുന്നത്. അതങ്ങ് അരച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് പിന്നെ സാധാ കറി വറുത്തിടുന്നതിൽ അങ്ങനെ കടുകും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകും ഉലുവയും വറ്റൽമുളകും വേപ്പിലിട്ടിട്ട് അങ്ങ് വറുത്തിടുക ചെയ്യുക. നൂൽപുട്ട് ഉണ്ടാക്കാൻ ഞാൻ ഇഡ്ഡലി പാത്രം തന്നെയാണ് കേട്ടോ യൂസ് ആക്കുക. അതിന് വേറൊരു ഇതുണ്ടല്ലോ, സ്റ്റീലിൻ്റെ വേറൊരു തട്ടുണ്ടല്ലോ, ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ട്. അത് പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതിൽ കാര്യം നടക്കും. പിന്നെ വേറെ വാങ്ങിക്കണ്ടല്ലോ വിചാരിച്ചു. അപ്പോൾ ആദ്യത്തെ 2 എണ്ണത്തിൽ അധികം മാവ് പിഴിയില്ല. ഏറ്റവും മുകളിലത്തേൽ കുറച്ച് വലിയ ഇടിയപ്പാവും. അത് പിന്നെ അപ്പം പിന്നെ മേലെ ഒന്നും തട്ടാനില്ലല്ലോ, ഏറ്റവും മുകളിലത്തേൽ കുറച്ച് വലുതാവും. എൻ്റെ അടുത്ത് അങ്ങനെ കുറേ പാത്രങ്ങളൊന്നും ഉണ്ടാവില്ല. ഉള്ള പാത്രങ്ങൾ എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ മാത്രമേ ഞാൻ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു നിർബന്ധമുണ്ട്. ചിലപ്പോൾ എണ്ണത്തിൽ കുറവായിരിക്കും, ചിലപ്പോൾ അതിന് റേറ്റും കൂടുതലായിരിക്കും. എനിക്കിപ്പോൾ ഒരു 1000 രൂപയ്ക്ക് 2 പാത്രങ്ങൾ വാങ്ങിച്ചാൽ നല്ലതായിരിക്കാം. ചിലപ്പോൾ ചിലവരങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടായിരിക്കും. പക്ഷേ ആ 1000 രൂപയ്ക്ക് എനിക്ക് 2 പാത്രം വേണ്ട. എനിക്കിഷ്ടപ്പെട്ട ആ ഒരു പാത്രം മതി എനിക്ക്. ഞാനത് അങ്ങനെ ആ ഒരു പാത്രം കൊണ്ട് ഞാൻ യൂസ് ചെയ്തോളും, കാര്യങ്ങളൊക്കെ നടത്തി. 2 പാത്രത്തിന് വരെ എനിക്ക് ഒരു പാത്രം മതി. അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അതും എല്ലാം കൂടി ഒരുമിച്ച് വാങ്ങിക്കില്ല. നമ്മൾക്ക് ഇങ്ങനെ ഇഷ്ടം തോന്നില്ലേ ചില പാത്രങ്ങൾ കാണുമ്പോൾ, അപ്പോഴേ വാങ്ങിക്കുള്ളൂ. അതുവരെ ഞാൻ ഉള്ള പാത്രം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ കുറച്ച് പാത്രങ്ങൾ കൊണ്ട് പണികൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. കിച്ചണിൽ കയറിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ പാത്രങ്ങൾ ഇങ്ങനെ കയ്യെത്തും ദൂരത്തൊന്നും വേണ്ട. കുറച്ച് പാത്രങ്ങൾ കൊണ്ട് പണിയെടുത്ത് ശീലമായി വന്നതാണ്. എന്നാലേ എൻ്റെ പണികൾ പെട്ടെന്ന് തീരുള്ളൂ. അതേപോലെ പണികളൊക്കെ കഴിയാറാകുമ്പോഴേക്കും പാത്രങ്ങളൊക്കെ കഴുകി കഴിയുകയും ചെയ്യും. പിന്നെ ഒന്നും ബാക്കി ഉണ്ടാവില്ല. പാത്രങ്ങൾ അവിടെയും ഇവിടെയായിട്ടൊന്നും കിടക്കുന്നുണ്ടാവില്ല. ഈ കുക്കിങ്ങിൻ്റെ കൂടെ തന്നെ ക്ലീനിങ്, അതാണ് എൻ്റെ ഒരു രീതി. ഇപ്പോൾ എക്സാം ടൈം ആണല്ലോ, അത് കാരണം സൂര്യൻ നേരത്തെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ നേരത്തെ എത്തും. മറ്റത് സ്കൂളിലുള്ള ദിവസം, സാധാ എക്സാം ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ഓടി വരും, കഴിക്കാനൊന്നും നേരം ഉണ്ടാവില്ല. എന്നിട്ട് ബസ്സിൻ്റെ ടൈമിൽ ഏറ്റവും ഓട്ടാണ്. ഇത് പിന്നെ നേരത്തെ ഇനിയിപ്പോൾ എക്സാമിന് ബസ്സൊന്നും മിസ്സാവണ്ട വിചാരിച്ചിട്ടായിരിക്കും നേരത്തെ കുളി കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാൻ റെഡിയായി വന്നിരിക്കും. എന്നിട്ട് പിന്നെ സാവധാനം ബസ്സിൻ്റെ സമയത്തേക്ക് ഇങ്ങനെ എണീറ്റ് പോവുക ചെയ്യുക. ഇന്ന് നൂൽപുട്ടിൻ്റെ കൂടെ കറിയല്ല കേട്ടോ, ഇന്ന് തേങ്ങാപ്പാൽ എടുക്കുകയാണ് ചെയ്തത്. നല്ല രസമല്ലേ തേങ്ങാപ്പാലിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് കൂട്ടാൻ. പക്ഷെ തേങ്ങാപ്പാലിൽ അതിൻ്റെ 1-ാം പാല് മാത്രമാണെങ്കിലാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉള്ളത്. ഞാനിപ്പോൾ സൂര്യന് പെട്ടെന്ന് അവൻ ഇപ്പോൾ നേരത്തെ വന്നിരുന്നപ്പോൾ ഞാനത് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല തേങ്ങാപ്പാൽ. മറ്റേത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടങ്ങ് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവനുള്ളത് ആദ്യം തന്നെ അതിനൊന്നും നേരം കിട്ടിയില്ല മിക്സിയിൽ അടിക്കാനൊന്നും. അപ്പോൾ അതിൽ നിന്ന് ആദ്യം കുറച്ച് നല്ല 1-ാം പാൽ തന്നെ പഞ്ചസാര ഇട്ടിട്ടാണ് അവന് കൊടുത്തിരിക്കുന്നത്. ഇത് ഇടിച്ചക്ക വറുത്തിടാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്കുള്ള തേങ്ങയിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും, കുറച്ചുള്ള വെളുത്തുള്ളിയല്ല, 2-3 അല്ലി വെളുത്തുള്ളി മതി. ചെറിയ ഉള്ളി അതെ 2-3 ചെറിയ ഉള്ളി മതി. പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ ചീനമുളക് അവിടെ പൊട്ടിക്കാൻ നിൽക്കുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് പൊട്ടിക്കാൻ പോകാനുള്ളൊരു നേരമില്ല, അത് കാരണമാണ് ഇപ്പോൾ ഞാൻ പച്ചമുളക് എടുത്തിരിക്കുന്നത്. പിന്നെ നല്ല ജീരകം കൂടിയിട്ടിട്ട് ഒന്നങ്ങ് ചതച്ചെടുക്കുക. ഇതാണ് ഇടിച്ചക്കയിലേക്കുള്ള തേങ്ങേൻ്റെ കൂട്ട്. പിന്നെ ഇടിച്ചക്ക വറുത്തിടുന്നതിന് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകും വറ്റൽമുളകും ഇട്ടിട്ട് പൊട്ടിയതിന് ശേഷം പിന്നെ ചതച്ച് വെച്ച ഇടിച്ചക്കയില്ലേ അതും ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് പിന്നെയാണ് ഈ തേങ്ങ നമ്മളിപ്പോൾ ഇങ്ങനെ ഒന്ന് അരച്ച് വെച്ചിട്ടില്ലേ, ഒതുക്കി വെച്ചിട്ടില്ലേ, അരയ്ക്കാന്ന് പറയില്ല, ഒതുക്കുക എന്നേ പറയുമല്ലേ, ഒതുക്കി വെച്ചതിൽ അത് അതിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ പാകത്തിന് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പിട്ടിട്ടാണ് ആദ്യം വേവിച്ചിരിക്കുന്നത്. പിന്നെ അതിലേക്കുള്ള ആവശ്യത്തിനുള്ള പിന്നെ ഉപ്പിട്ട് കൊടുത്താൽ മതി, ടേസ്റ്റൊക്കെ നോക്കിയിട്ട്. പിന്നെ വേപ്പിലിട്ട് കൊടുക്കുക. പിന്നെ അതിങ്ങനെ ലിഡ് വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കുകയല്ല ചെയ്യുക, നമ്മൾ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക എന്ന് പറയും. ജസ്റ്റ് അങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ ആവി കൊള്ളിച്ചാൽ മതി. എന്താ പറയുക, അങ്ങനെ മൂടി വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തത് ജസ്റ്റ് ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക.
ഇന്ന് സൂര്യന് 2 എക്സാം ഉണ്ട്. അത് കാരണം ലഞ്ച് കൊണ്ടുപോകാനുണ്ട്. അല്ലെങ്കിൽ ചില ദിവസം ഒരു എക്സാമാണ്. ഇന്ന് മലയാളം ഫസ്റ്റ് ഉണ്ട്, സെക്കൻഡും ഉണ്ട്. അത് കാരണമാണ് ഇന്ന് ലഞ്ച് കൊണ്ടുപോകുന്നത്. അവന് ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സബ്ജക്റ്റാണ് മലയാളം. ഇപ്പോൾ കുഴപ്പമില്ല, എന്നാലും മറ്റ് സബ്ജക്റ്റ് അത്ര ഈസി അല്ല മലയാളം. മലയാളം പഠിക്കാനൊരു, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് വൈകിട്ടാണ് അവന് മലയാളമൊക്കെ പഠിച്ചു തുടങ്ങിയത് എന്ന്. അത് കാരണം മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഞങ്ങൾക്കുള്ള തേങ്ങാപ്പാൽ എടുക്കുന്ന കേട്ടോ. നേരത്തെ അവനുള്ളത് മാത്രം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവനുള്ള 1-ാം പാൽ വേഗം അങ്ങ് എടുത്തതാണ്. ഇപ്പം ഇതിൽ കുറച്ച് മായം ചേർത്തിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ടാണ് മിക്സിയിൽ, ഒരുപാടില്ല, ഒരു 2-3 സ്പൂൺ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. ശരിക്കും 1-ാം പാൽ മാത്രം ഇട്ടാൽ സൂപ്പർ ടേസ്റ്റാണ്. പക്ഷേ ഇപ്പോൾ ഞാൻ 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് മിക്സിയിൽ അടിച്ചിട്ടാണ് തേങ്ങാപ്പാൽ എടുക്കുന്നത്. എന്നിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇട്ടാൽ മതി, കുഴപ്പമൊന്നുമില്ല. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് കിട്ടുന്നത്. ഇവിടെ പൊതുവേ നൂൽപുട്ടിനും വെള്ളപ്പത്തിനും ഒക്കെ കറിയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇന്ന് പിന്നെ ഒരു ചേഞ്ച് വേണ്ടേ. എനിക്കാണ് കൂടുതൽ ഇഷ്ടം ഈ നൂൽപുട്ടിലേക്കും അല്ലെങ്കിൽ വെള്ളപ്പത്തിലേക്കൊക്കെ തേങ്ങാപ്പാൽ കൂട്ടുന്നത്. ഏട്ടന് കുറച്ചുകൂടി ഇഷ്ടം കറിയൊക്കെയാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും കൂട്ടും. എല്ലാവരും എന്ത് വെച്ചാലും കൂട്ടും. പിന്നെ ഈ ഇടയായിട്ട് കുറച്ചധികം കമൻസ് വന്ന കാരണമാണ് കേട്ടോ എനിക്ക് എല്ലാവരുടെയും കമൻസിന് റിപ്ലൈ തരാൻ സാധിക്കാത്തത്. ഞാൻ മാക്സിമം എല്ലാവരുടെ കമൻസിനും റിപ്ലൈ കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇനിയിപ്പോൾ കമൻസിന് റിപ്ലൈ കിട്ടാത്തവർക്ക് ഒരു മനസ്സിലെ സങ്കടമൊന്നും അല്ലെങ്കിൽ ഒരു ഇതുപോലൊന്നും തോന്നണ്ട. എന്തപ്പോൾ എനിക്ക് എൻ്റെ മാത്രം കമൻസിന് റിപ്ലൈ വന്നില്ലല്ലോ എന്നും തോന്നരുത്. എല്ലാവരുടെ കമൻസും ഞാൻ വായിക്കുന്നുണ്ട്. കുറച്ച് വൈകിട്ടാണെങ്കിലും കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യാം കേട്ടോ. ഇത് ഏട്ടനുള്ള ലഞ്ച് പാക്ക് ചെയ്യുന്നതാണ്. പടവലങ്ങ കറിയും പിന്നെ ഇടിച്ചക്ക ഉപ്പേരിയും, ഇടിച്ചക്ക ഉപ്പേരി എന്ന് പറയും, പിന്നെ എന്താ തോരനും പറയും കേട്ടോ. ഇവിടെ ഉപ്പേരി എന്നാണ് അധികം പറയുക. പിന്നെ പപ്പട ചമ്മന്തി ഇന്നലത്തെയാണ് കേട്ടോ. അതും ഒക്കെയാണ് ഇന്നത്തെ ലഞ്ചിനുള്ളത്. ഇന്ന് കാർത്തിക വിളക്കല്ലേ. ഇന്ന് ഇവിടെ കാടാമ്പഴ അമ്പലത്തിൽ ഗംഭീര പരിപാടിയാണ്. ഇപ്പോൾ 7 ദിവസമായിട്ട് ഭയങ്കര പരിപാടിയാണ്. ഇന്നാണെങ്കിലോ ഭയങ്കര സദ്യയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഭയങ്കര തിരക്കായ കാരണം പോയില്ലേന്ന് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.